സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് മുഅ്മിനുകളും മുവഹിദുകളും മുത്തഖികളുമായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ലോകത്തിൻ്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാന നിമിഷങ്ങളാണ് കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചത്. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി അല്ലാഹുമ്മ ഇൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ അർറഫീഖൽ അഅ്ലാ അർറഫീഖൽ അഅ്ലാ. അല്ലാഹുവേ, എനിക്ക് പുറത്തു തരണം, എന്നോട് കരുണ കാണിക്കണം. അല്ലാഹുവേ, ഉന്നതന്മാരായ കൂട്ടുകാരോടൊപ്പം എന്നെയും ചേർക്കണം എന്നിങ്ങനെ ദുആ ചെയ്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞ് പോകുന്നത്. ഹിജ്റ വർഷം 11 റബീഉൽ അവ്വൽ മാസം 12-ാം തീയതി തിങ്കളാഴ്ച ളുഹറിന് മുമ്പായി കൊണ്ട് ളുഹാ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞ് യാത്രയാകുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത്, അവിടുന്ന് മരണപ്പെടുന്നത് സിഹ്രി വ നഹ്രി, എന്റെ മാറിന്റെയും മടിത്തട്ടിന്റെയും ഇടയിൽ കിടന്നുകൊണ്ടാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കണ്ണുകൾ അടഞ്ഞു, അവിടുത്തെ ശരീരം നിശ്ചലമായി. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ മടിയിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തല താഴേക്ക് വെച്ചു. ആ ഒരു സന്ദർഭം വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ജീവനേക്കാൾ ഏറെ സ്നേഹിച്ചിരുന്ന, സ്വന്തം ജീവൻ കൊടുക്കാൻ പോലും അള്ളാഹുവിന്റെ റസൂലിന് ചെറിയൊരു പോറൽ ഏൽക്കുന്നതിന് പകരമായിട്ട് എന്റെ ജീവൻ 100 വട്ടവും 1000 വട്ടവും പോയാൽ പോലും, ഇഞ്ചിഞ്ചായി കൊല്ലപ്പെട്ടാൽ പോലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ ആളുകളാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരെ വരുന്ന അമ്പുകൾ റസൂലുള്ളാഹിയുടെ ശരീരത്തിലേക്ക് പതിക്കാതിരിക്കാൻ അവിടുത്തെ മുമ്പിൽ മറയായി നിൽക്കാൻ പോലും സന്നദ്ധരായ ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും അവർ ഉണർച്ചയിലായിരുന്നാലും ഉറക്കത്തിലായിരുന്നാലും, അവർ ഭക്ഷണം കഴിക്കുമ്പോഴും അവരെങ്ങോട്ട് പോകുമ്പോഴും എല്ലാം നിഴൽ പോലെ അള്ളാഹുവിന്റെ റസൂൽ, അവിടുത്തെ ചര്യകൾ, അവിടുത്തെ ജീവിതം, അവിടുത്തെ പുഞ്ചിരി അവരോടൊപ്പമുണ്ട്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞു എന്നുള്ളത് അംഗീകരിക്കാൻ എത്രത്തോളം പ്രയാസമുണ്ടാകും എന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ അബത്താ അജാബ റബ്ബൻ ദആ, പൊന്നുപ്പ, നിങ്ങൾ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. യാ അബത്താഹ് മിനൽ ജന്നത്തിൽ ഫിർദൗസി മഅ്വാ, പൊന്നുപ്പ, നിങ്ങൾക്ക് അള്ളാഹു ജന്നത്തുൽ ഫിർദൗസ് അള്ളാഹു താങ്കൾക്ക് നൽകുന്നതാണ് എന്നിങ്ങനെ അവർ ആത്മകഥം പോലെ പറയുന്നുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞു എന്നുള്ളത് കാതുകളിൽ നിന്ന് കാതുകളിലേക്ക്, ചുണ്ടുകളിൽ നിന്ന് കാതുകളിലേക്ക് ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുന്നു. വാർത്ത കാട്ടുതീ പോലെ പരക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടും പള്ളിയും പരിസരവും ആളുകളെ കൊണ്ട് നിറഞ്ഞു. ആ ഒരു സന്ദർഭത്തിലാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ മരണവാർത്ത കേട്ടു. അദ്ദേഹത്തിനത് അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയുന്നതായിരുന്നില്ല. മുമ്പ് സൂചിപ്പിച്ചല്ലോ, അള്ളാഹുവിന്റെ റസൂലിന് നേരത്തെ
സുബഹിന്റെ സന്ദർഭത്തിൽ നല്ല ആശ്വാസമുണ്ട് എന്ന് തോന്നിപ്പിച്ചിരുന്നു. പള്ളിയിൽ സുബഹ് നമസ്കാരം നടക്കുമ്പോൾ അവിടുന്ന് അങ്ങോട്ട് നോക്കിയിട്ട് പുഞ്ചിരിക്കുക പോലും ചെയ്തിട്ടുണ്ട്. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര പെട്ടെന്ന് വിട പറഞ്ഞോ എന്നുള്ളത് അംഗീകരിക്കാൻ പ്രയാസമായിരുന്നു. അദ്ദേഹം നേരെ പള്ളിയിലേക്ക് കയറി. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ വാള് മൂരിപ്പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വന്നു. ഇന്ന റിജാലൻ മിനൽ മുനാഫിഖീന യസ്ഇമൂന അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തവഫിയ. മുനാഫിഖുകൾ പറയുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിരിക്കുന്നു എന്ന്, മരണപ്പെട്ടിരിക്കുന്നു എന്ന്. വഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മാത, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ടില്ല. ലാകിൻ ദഹബ ഇലാ റബ്ബിഹി, അദ്ദേഹം തന്റെ റബ്ബിലേക്ക് പോയിരിക്കുകയാണ്. കമാ ദഹബ മൂസ ഇബ്നു ഇമ്രാൻ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൗറാത്ത് സ്വീകരിക്കാൻ പോയതുപോലെ പോയതാണ്. ഫഗാബ അൻ ഖൗമിഹി, തന്റെ ജനതയിൽ നിന്നും അദ്ദേഹം വിട്ടുനിന്നതുപോലെ. 40 ലൈല, 40 ദിവസം വിട്ടുനിന്നതുപോലെ. തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടി പോയതുപോലെ, തൗറാത്ത് സ്വീകരിക്കുന്നത് പോലെ അദ്ദേഹം അല്ലാഹുവിങ്കലേക്ക് പോയതാണ്. സുമ്മ റജഅ ഇലൈഹിം ബഅദ അൻ ഖീല ഖദ് മാത, ആ സന്ദർഭത്തിൽ 40 ദിവസം മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വിട്ടുനിന്നപ്പോൾ അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു എന്ന് കിംവദന്തി പരത്തിയ ആളുകളുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പരക്കുകയാണ്. മുമ്പ് ഉഹദിലുണ്ടായതുപോലെ നബി മരണപ്പെട്ടു എന്ന് മുനാഫിഖുകളാണ് പറയുന്നത്. വല്ലാഹി ല യർജിഅന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരിക തന്നെ ചെയ്യും. വല യഖ്തഅന ഐദി റിജാലിൻ വഅർജുലഹും യസ്ഇമൂന അന്നഹു മാത. ആരെങ്കിലും ഇനി ഇവിടെ വെച്ച്, ഈ പള്ളിയിൽ വെച്ച് മുഹമ്മദ് റസൂലുള്ളാഹി മരണപ്പെട്ടു എന്ന് പറയുകയാണ് എങ്കിൽ അവരുടെ കയ്യും കാലും ഞാൻ ഛേദിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് പരിസര ബോധം മറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു. ആളുകൾ നിശബ്ദരായി പേടിച്ച് ഭയന്നിരിക്കുകയാണ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് തിരിച്ചൊന്നും പറയാനുള്ളൊരു ധൈര്യം ആ പള്ളിയിലുണ്ടായിരുന്ന ആളുകൾക്കുണ്ടായിരുന്നില്ല. അവർ നിശബ്ദരായിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പള്ളിയുടെ പരിസരത്തേക്ക് കുതിരപ്പുറത്ത് വന്ന് ഇറങ്ങി. എന്നിട്ട് അദ്ദേഹം പള്ളിയിലൂടെ ആയിഷ റളിയല്ലാഹു അൻഹായുടെ, അല്ലാഹുവിന്റെ റസൂൽ മരണപ്പെട്ടിരിക്കുന്ന, അല്ലാഹുവിന്റെ റസൂലിന്റെ ജനാസ കിടത്തിയിരിക്കുന്ന ആ പള്ളിയിലേക്ക്, ആ വീട്ടിലേക്ക് അദ്ദേഹം നടന്നു കയറി. അല്ലാഹുവിന്റെ റസൂലിനെ അദ്ദേഹം കണ്ടു. പുതപ്പിട്ട് ശരീരം വസ്ത്രം കൊണ്ട് മൂടിയിട്ടുണ്ട്. ഫകശഫ അൻ വജ്ഹിഹി, അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്നും ആ തുണി അദ്ദേഹം മാറ്റി. സുമ്മ അക്കബ അലൈഹി ഫഖബ്ബലഹു വബകാ, അദ്ദേഹം കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ ചുംബനങ്ങൾ അർപ്പിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, എന്തൊരു സുഗന്ധമാണ് നബിയെ, ജീവിച്ചിരിക്കുമ്പോഴും സുഗന്ധം, മരിച്ചപ്പോഴും സുഗന്ധം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നക മയ്യിത്തുൻ ഫഇന്നഹും മയ്യിത്തൂൻ, അങ്ങ് മയ്യിത്തായിരിക്കുന്നു, അങ്ങ് മരണപ്പെട്ടിരിക്കുന്നു, അവരും മരിച്ചവരാണ് എന്നുള്ള വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് അദ്ദേഹം അവിടെ വെച്ച് ഓതുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലാ യജ്മഅ അല്ലാഹു അലൈക മൗതതൈൻ, അല്ലാഹു താങ്കൾക്ക് 2 മരണം നൽകിയിട്ടില്ല. അമ്മൽ മൗതതുല്ലതി കതബത അലൈക ഫഖദ് മിത്തഹാ, അല്ലാഹു താങ്കൾക്ക് വിധിച്ചിരിക്കുന്ന മരണം അതിതാ സംഭവിച്ചിരിക്കുന്നു, അങ്ങേക്ക് 2ാമതൊരു മരണമില്ല എന്ന് പറഞ്ഞാൽ അങ്ങയുടെ മരണം ഞങ്ങൾ അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. പള്ളിയിലെപ്പോഴും ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ശബ്ദമുയരുകയാണ്. അദ്ദേഹത്തിന് ഒരിക്കലും അല്ലാഹുവിന്റെ റസൂൽ മരണപ്പെട്ടു എന്ന് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പതിയെ പള്ളിയിലേക്ക് കടന്നു വന്നു. പള്ളിയിൽ വന്നപ്പോൾ ഉമറിനെ കാണുന്നുണ്ട്. ഇജ്ലിസ് യാ ഉമർ, ഉമറിനോട് അടങ്ങാൻ പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു. പക്ഷേ ഫഅബാ ഉമർ, അദ്ദേഹം അത് അംഗീകരിക്കാൻ സന്നദ്ധനല്ല, അദ്ദേഹം അത് സ്വീകരിക്കാൻ സന്നദ്ധനല്ല. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മിമ്പറിലേക്ക് കയറി. എന്നിട്ട് അന്തും സലാത്തും പറഞ്ഞു, അമ്മാ ബഅദ് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ചെറിയ ഒരു പ്രഭാഷണം നടത്തി. സൗമ്യമായ എന്നാൽ ഹ്രസ്വമായ വളരെ അർത്ഥഗർഭമായ ചെറിയൊരു പ്രഭാഷണം അദ്ദേഹം നടത്തി. അദ്ദേഹം പറഞ്ഞു, മൻ കാന മിൻകും യഅ്ബുദു മുഹമ്മദൻ, നിങ്ങളിൽ ആരെങ്കിലും ആരാധിച്ചിരുന്നത് മുഹമ്മദിനെയാണ് എങ്കിൽ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത,
നിങ്ങൾ ആരാധിച്ചിരിക്കുന്ന മുഹമ്മദ് മരണപ്പെട്ടിരിക്കുന്നു. വമൻ കാന മിൻകും യഅ്ബുദുല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിനെയാണ് ആരാധിച്ചത് എങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അള്ളാഹു മരണമില്ലാത്തവനാണ്, അള്ളാഹുവല്ലാത്ത എല്ലാ സൃഷ്ടികളും മരണപ്പെടും എന്ന് അദ്ദേഹം അവിടെയുള്ള ആളുകളെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഖാലല്ലാഹ്, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസുൽ അഫ ഇമ്മാത ഔ ഖുതില അൻഖലബതും അലാ അൽഖാബിക്കും. വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് അദ്ദേഹം ഓതി, വമൻ യൻഖലിബ് അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈആ വസയജിസില്ലാഹു ശാകിരീൻ. വിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം 144-ാമത്തെ ആയത്ത് അദ്ദേഹം ഓതി. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, മുഹമ്മദ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു ദൂതൻ മാത്രമാണ്, ഒരു റസൂല് മാത്രമാണ്. അത് ഖലത് മിൻ ഖബ്ലിഹി റസുൽ, മുമ്പും ദൂതന്മാര് വന്നിട്ടുണ്ട്, പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അഫ ഇമ്മാത ഔ ഖുതില, അവർ കൊല്ലപ്പെടുകയോ അതല്ലെങ്കിൽ സ്വാഭാവികമായി മരണപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണ് എങ്കിൽ, നിങ്ങൾ അതിൽ നിന്നും പിന്തിരിയുകയാണ് എങ്കിൽ, അത് അംഗീകരിക്കാൻ പ്രയാസപ്പെടുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മതത്തിൽ നിന്ന് നിങ്ങൾ മാറാൻ നോക്കുകയാണ് എങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ സൂക്തം ആയത്ത് അദ്ദേഹം ഓതുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലക അന്നന്നാസ ലം യഅലമു അന്നല്ലാഹ അൻസല ഹാദിഹിൽ ആയത ഹത്താ തലാഹാ അബൂബക്കർ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ ആയത്ത് ഓതിയപ്പോൾ അതപ്പോൾ ഇറങ്ങിയതാണോ എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി, മുമ്പൊന്നും കേട്ടിട്ടില്ലാത്ത പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു എന്നാണ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ശാന്തനായി, അദ്ദേഹം പറയുകയാണ്, വല്ലാഹി മാ ഹുവ ഇല്ലാ അൻ സമിഅതു അബൂബക്കറിൻ തലാഹ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ ആയത്തോതിയപ്പോൾ അതേ അനുഭവമാണ് എനിക്കുമുണ്ടായത്. ഫഅഖർതു ഹത്താ മാ തഖിൽനി റിജ്ലൈ വഹത്താ അഹ്വൈതു ഇലൽ അർളി ഹീന സമിഅതു തലാഹ. ആ ആയത്തോതി അല്ലാഹുവിന്റെ റസൂല് മരണപ്പെട്ടു എന്ന് ബോധ്യം വന്ന സന്ദർഭത്തിൽ എന്റെ കാലുകളൊക്കെ തളർന്നു പോയി, എനിക്കിങ്ങനെ ഭാരം തോന്നി, ഞാൻ ഭൂമിയിലേക്ക് തളർന്നങ്ങ് ഇരുന്നു പോയി. അലിംതു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് മാത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്ന് ബോധ്യം വന്നപ്പോൾ, അത് അംഗീകരിക്കേണ്ടി വന്നപ്പോൾ ഞാനാകെ തളർന്നു പോയി, തകർന്നു പോയി, എന്റെ കാലുകളുടെ ബലം നഷ്ടപ്പെട്ടു, ഞാൻ അവിടെ തളർന്ന് ഇരുന്നു പോയി എന്ന് അദ്ദേഹം പിന്നീട് അനുസ്മരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ശാന്തനായി, അദ്ദേഹം പരിസരബോധം വീണ്ടെടുത്തു. അദ്ദേഹത്തിന് മരണം അംഗീകരിക്കേണ്ടി വന്നു. ആളുകൾ ഇങ്ങനെ ഒഴുകി ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ നേതാവിനെ, ഞങ്ങൾ മനസ്സിൽ ജീവനേക്കാൾ സ്നേഹിച്ച നേതാവിനെ ഒരു നോക്ക് അവസാനമായി കാണാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ വീട്ടിൽ തന്നെ കിടക്കുകയാണ്. അങ്ങനെ ആളുകൾക്കിടയിൽ, സ്വഹാബികൾക്കിടയിൽ സംസാരങ്ങൾ ഉണ്ടായി. അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി ജനാസ നമസ്കരിക്കണമല്ലോ, ഖബറടക്കണമല്ലോ. ഏതാണ്ട് ഒരു ദിവസത്തോളം കഴിഞ്ഞു. ചൊവ്വാഴ്ച രാവിലെയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചുകൊണ്ട് സ്വഹാബികൾ ചോദിച്ചു, യാ സാഹിബ റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹോദര, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാര, അയ്യുസല്ലി അലാ റസൂലില്ലാഹി, അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി നമ്മൾക്ക് നമസ്കരിക്കണ്ടേ, ജനാസ നമസ്കരിക്കണ്ടേ? അദ്ദേഹം പറഞ്ഞു, ഞാൻ നമസ്കരിക്കണം. എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞു, ഓരോ സംഘങ്ങളായിട്ട് പ്രവേശിക്കണം. ചെറിയ വീടാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ റസൂലിന്റെ വീടിനെ കുറിച്ച് പറഞ്ഞത് ഹുജ്റത്ത് എന്നാണ്, ഒരു മുറി എന്നാണ്, ഒരു റൂം എന്നാണ്. അത്രത്തോളം ചെറിയ വീടാണ് അള്ളാഹുവിന്റെ റസൂലിൻ്റെത്. അവിടത്തേക്ക് ഒരുപാട് ആളുകൾക്ക് പോകാനും നമസ്കരിക്കാനും കഴിയില്ല. അപ്പൊ കഴിയുന്ന കുറച്ചാളുകൾ അങ്ങോട്ട് പ്രവേശിക്കണം. എന്നിട്ട് അവർ നമസ്കരിക്കണം, അവർ പ്രാർത്ഥിക്കണം, അവരെന്നിട്ട് പുറത്തേക്ക് വരണം, അടുത്ത സംഘം പ്രവേശിക്കണം. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി നമസ്കരിക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുകയാണ്. ചൊവ്വാഴ്ച രാവിലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിക്കുന്നത്. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു, ശുക്രാൻ റളിയല്ലാഹു അൻഹു എന്നിവരാണ് അള്ളാഹുവിന്റെ റസൂലിനെ കുളിപ്പിക്കാൻ വേണ്ടി വെള്ളമൊഴിച്ചു കൊടുക്കുന്നത്. അലി ഇബ്നു അബി ത്വാലിബ്, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, ഫദ്ൽ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു,
ഖുസ്ബ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നീ സ്വഹാബികൾ ചേർന്നുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ നിശ്ചലമായ ശരീരം കുളിപ്പിക്കുന്നത്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവും ഖുസ്ബ് റളിയല്ലാഹു അൻഹുവുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൈഡിലേക്ക് ചെരിച്ചു കിടത്തുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ ആ സ്വഹാബികൾ കുളിപ്പിച്ചു. അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സുഗന്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പുരട്ടിക്കൊടുത്തു. യമനിൽ നിന്നും കൊണ്ടുവന്ന 3 വെള്ള വസ്ത്രം, ആ വസ്ത്രത്തിലാണ് ലോകത്തിന്റെ നേതാവിനെ കഫൻ ചെയ്യുന്നത്. അങ്ങനെ നമസ്കാരത്തിന് വേണ്ടി ആളുകൾ ഓരോരുത്തരായി ഉള്ളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി ഇങ്ങനെ നമസ്കരിച്ചു. സ്വല്ല അലൈഹി അവ്വലൻ അഹ്ലു അസീറ, ആദ്യമായിട്ട് അടുത്ത ബന്ധുക്കളുടെ ഊഴമാണ്. അടുത്ത ബന്ധുക്കൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. സുമ്മൽ മുഹാജിറൂൻ, അത് കഴിഞ്ഞതിന് ശേഷം മുഹാജിറുകൾ നമസ്കരിച്ചു. സുമ്മൽ അൻസാർ, അത് കഴിഞ്ഞതിന് ശേഷം അൻസാറുകൾ നമസ്കരിച്ചു. സുമ്മ റിജാൽ, അതും കഴിഞ്ഞ് പിന്നെ വരുന്ന ആളുകൾക്കെല്ലാം നമസ്കരിക്കാനുള്ള സൗകര്യങ്ങളാണ്. സുമ്മ സ്വല്ലത്ത് അലൈഹിൻ നിസാ, അത് കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ നബിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി സ്ത്രീകൾ നമസ്കരിച്ചു. അതിനുശേഷം അസ്സുബിയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി കുട്ടികൾ നമസ്കരിച്ചു. അള്ളാഹുവിന്റെ റസൂലിന്റെ നമസ്കാരം അങ്ങനെ ആളുകൾ ഇങ്ങനെ വന്ന് നമസ്കരിച്ചുകൊണ്ട് കഴിഞ്ഞു പോയി. പിന്നീട് എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറമാടേണ്ടത്, എവിടെയാണ് ഖബറടക്കേണ്ടത്? സ്വഹാബികൾക്കിടയിൽ പല അഭിപ്രായങ്ങളും ഉണ്ടായി. മക്കയിൽ മറമാടണമെന്ന്, മദീനയിൽ തന്നെയാണ് ഖബറടക്കേണ്ടത് എന്ന്, ബൈത്തുൽ മഖ്ദസിലാണ് അള്ളാഹുവിന്റെ റസൂലിനെ ഖബറടക്കേണ്ടത് എന്ന്, നബിയുടെ ബന്ധുക്കളൊക്കെ ജീവിക്കുന്ന തായിഫിലാണ് എന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ജുമുഅ നമസ്കരിച്ച പള്ളിയിലാണ് എന്ന്, ഇങ്ങനെ വിവിധങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടായി. ഈ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇടപെട്ടു. അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നി സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മാ ഖബല നബിയ്യുൻ ഇല്ലാ ദഫന ഹൈസു യഖ്ബിൽ, എവിടെയാണോ പ്രവാചകന്മാർ, നബിമാർ എവിടെയാണോ മരണപ്പെടുന്നത് അവിടെയാണ് ഖബറടക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതോടുകൂടി ആ തർക്കവും അഭിപ്രായങ്ങളും അവിടെ അവസാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത് ആയിഷ റളിയല്ലാഹു അൻഹായുടെ വീട്ടിലാണ്. ആയിഷ റളിയല്ലാഹു അൻഹായുടെ മസ്ജിദ് നബവിയോട് ചേർന്നുള്ള ആ വീട്ടിൽ തന്നെ ഖബറടക്കാൻ വേണ്ടി തീരുമാനമായി. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ഖബർ വെട്ടിയത്. അലി റളിയല്ലാഹു അൻഹു, ശുക്രാൻ റളിയല്ലാഹു അൻഹു, ഫദ്ൽ റളിയല്ലാഹു അൻഹു, ഖുസൂം റളിയല്ലാഹു അൻഹു തുടങ്ങിയ ആളുകൾ, സ്വഹാബികൾ ചേർന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം ഖബറിലേക്ക് വെച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യമായി ആ ശരീരത്തിലേക്ക് മണ്ണിട്ടു. പിന്നീട് സഹാബികളെല്ലാം അള്ളാഹുവിന്റെ റസൂലിന്റെ ആ അവസാനമായി മണ്ണ് ചേർത്തു. അങ്ങനെ ചൊവ്വാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് ബുധനാഴ്ചയിലേക്ക് പ്രവേശിച്ചതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബറടക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹാ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബറടക്കി എന്ന്, മണ്ണിനടിയിലായി എന്ന് ഞങ്ങൾ അറിയുന്നത് കൈക്കോട്ടിന്റെ ശബ്ദം കേട്ടിട്ടാണ് എന്ന്, മണ്ണ് എടുത്തിടുന്ന ആ ശബ്ദം കേട്ടപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമുഖത്ത് നിന്നും മണ്ണിലേക്ക് പോയിട്ടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹാ പിന്നീട് അനുസ്മരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മണ്ണിനടിയിലായി. തിരിച്ച് സ്വഹാബികളൊക്കെ വീട്ടിലേക്ക് വന്നു. നബിയുടെ ബന്ധുക്കളും മകളും പേരക്കുട്ടികളും എല്ലാവരുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഖബറടക്കിയിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹാ ചോദിക്കുന്നുണ്ട്, അതാബത് അൻഫുസുകും അൻ തഹ്സു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തുറാബ്, എങ്ങനെയാണ് എൻ്റെ ഉപ്പയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഹത്തേക്ക് മണ്ണിടാൻ, മണ്ണ് കോരിയിടാൻ നിങ്ങൾക്ക് തോന്നിയത്, ധൈര്യം വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതൊരു വേദന നിറഞ്ഞ ചോദ്യമാണ്. അതുവരെ കൂടെയുണ്ടായിരുന്ന, എല്ലാറ്റിനും ഒപ്പമുണ്ടായിരുന്ന ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞു. ഈ ലോകത്ത് നിന്നും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരവും മണ്ണിലേക്ക് പോയി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ
അവസാനത്തെ രംഗങ്ങൾ ഇത് സംഭവിച്ചത് റബീഉൽ അവ്വൽ 12 എന്നുള്ളത് അടിവരയിട്ടുകൊണ്ട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഗാഫിറിൽ ദംബ് വഖാബിലിൽ തൗബ് ശദീദിൽ ഇഖാബ് ലിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് ഇത്തഖുല്ലാഹ് ഇബാദുല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മറഅയ്തു യൗമൻ ഖത്തു കാന അഹ്സന വല അദ്വഅ മിൻ യൗമിൻ ദഖല അലൈനാ ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ വന്ന ദിവസം അത്രത്തോളം സന്തോഷം നിറഞ്ഞതും തെളിച്ചമുള്ളതുമായ മറ്റൊരു ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാനും സാധിച്ചിട്ടില്ല. വമാ റഅയ്തു യൗമൻ കാന അഖ്ബഹ വല അദ്ലമ മിൻ യൗമിൻ മാത ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ദിവസം, അവിടുന്ന് വഫാത്തായ ദിവസം അത്രത്തോളം ചീത്തയും ഇരുണ്ടതുമായ ഒരു ദിവസം ഞങ്ങൾക്ക് വേറെ അനുഭവപ്പെട്ടിട്ടില്ല എന്നാണ്. മാത്രമല്ല, ഫമാ കാനൽ യൗമുല്ലദീ മാത ഫീഹി അദ്ലമ മിൻഹാ കുല്ലു ഷൈഇൻ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസം എല്ലാം ഒരു മ്ലാനതയിലായിരുന്നു എന്നും അവിടുന്ന് അനുസ്മരിക്കുന്നുണ്ട്. അപ്പൊ അതൊരു ആലങ്കാരിക പ്രയോഗമായിട്ട് നമുക്ക് തോന്നാം. അതേ സന്ദർഭത്തിൽ തന്നെ ഫിർഔനിന്റെ മരണത്തെ പരാമർശിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർള്. അവന് വേണ്ടി ആകാശം കരഞ്ഞില്ല, അവന് വേണ്ടി ഭൂമി കരഞ്ഞില്ല എന്നാണ്. അപ്പൊ അത്തരം ആളുകളെ കുറിച്ച്, അവിശ്വാസികളായി മരണപ്പെടുന്ന ആളുകളെ കുറിച്ച് ആകാശങ്ങൾക്കും ഭൂമിക്കും ദുഃഖമില്ല എന്നുള്ള പ്രയോഗം വിശുദ്ധ ഖുർആനിൽ കാണാം. അതിന്റെ അടിസ്ഥാനത്തിൽ നന്മ നിറഞ്ഞ ആളുകൾ മരണപ്പെടുമ്പോൾ അതിന്റെ ദുഃഖം ഈ പ്രപഞ്ചത്തിനും ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ തരത്തിൽ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രപഞ്ചം അല്ലെങ്കിൽ ആകാശഭൂമികളിലെല്ലാം ആ ഒരു മ്ലാനത പലപ്പോഴും നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ആ തരത്തിൽ എല്ലാ മേഖലകളിലും ദുഃഖപൂർണമായ ഒരു അന്തരീക്ഷമായിരുന്നു എന്നാണ് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമം പിടിച്ച, ഏറ്റവും ഇരുണ്ടതായി തോന്നിയ ദിവസമായിരുന്നു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതും അത് തന്നെയാണല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടോ എന്ന് മാനസികമായി അംഗീകരിക്കേണ്ടി വന്നപ്പോൾ കാലുകൾ പോലും തളർന്നുപോയി എന്നാണ്. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് റബീഉൽ അവ്വൽ 12 റബീഉൽ അവ്വൽ 12 ഉച്ചയ്ക്ക് മുമ്പായിക്കൊണ്ട്, ളുഹറിന് മുമ്പായിക്കൊണ്ടുള്ള സന്ദർഭത്തിലാണ് ആരംഭിക്കുന്നത്. ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിലും അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലും അള്ളാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കിടയിലും ഉണ്ടാകുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ സഫർ മാസത്തിലാണ്. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ, 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പല പള്ളികളിലും മദ്രസകളിലുമെല്ലാം തോരണങ്ങൾ തൂക്കി വലിയ ആഘോഷങ്ങളാണ്. റബീഉൽ അവ്വൽ 12 ആഘോഷമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എപ്പോഴാണ് എന്നുള്ള കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുണ്ട്. റബീഉൽ അവ്വൽ 12 എന്നുള്ളതിന് വളരെ പ്രബലമായ തെളിവുകളൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് തിങ്കളാഴ്ച ദിവസമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ തിങ്കളാഴ്ച ദിവസത്തിൽ നിങ്ങൾ നോമ്പെടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് സുന്നത്താക്കാനുള്ള കുറെ കാരണങ്ങളിൽ ഒന്നായി കൊണ്ട് പറയുന്നുണ്ട്. അതല്ലാതെ റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്നതിന് കൃത്യമായ തെളിവുകളില്ല. അതേ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് റബീഉൽ അവ്വൽ 12 എന്നുള്ള കാര്യത്തിൽ ചരിത്ര പണ്ഡിതന്മാർക്കിടയിൽ യാതൊരു തർക്കവുമില്ല. അറബിയിൽ ഖുത്ബ പറയുന്ന പള്ളികളിൽ, നുബാത്തി ഖുത്ബ പറയുന്ന പള്ളികളിൽ റബീഉൽ അവ്വൽ മാസത്തിലെ 1ാമത്തെ വെള്ളിയാഴ്ച പറയുന്ന ഖുത്ബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുമായി ബന്ധപ്പെട്ട്
കഴിഞ്ഞ ഖുതുബയിലും ഈ ഖുതുബയിലുമായി സൂചിപ്പിച്ച കാര്യങ്ങളുടെ ഒരു നിരൂപണം എന്നുള്ള രൂപത്തിൽ ഉള്ള കാര്യങ്ങളാണ് ആ പള്ളികളിൽ പറയുന്ന ഖുതുബ പോലും. എന്ന് പറഞ്ഞാൽ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നുമില്ല എന്നർത്ഥം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത് കൊണ്ട് പ്രത്യേകമായ ദുഃഖാചരണങ്ങളില്ല, അതിന്റെ പേരിൽ പ്രത്യേകമായ ആചാരങ്ങൾ ഒന്നുമില്ല. അത് സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസമാണ് റബീഉൽ അവ്വൽ 12. അന്ന് ജന്മദിനം എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നതിന് യുക്തിപരമായും പ്രാമാണികമായും യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നാണ് സൂചിപ്പിച്ചത്. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.